ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്തായിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം പോയത് നമ്മൾ കണക്കടവിലേക്കാണ് കേട്ടോ. അവിടെ പോയി പ്രാർത്ഥിച്ചു. എന്നാലും അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് കാടമ്പുഴയൊക്കെയാണ്. അപ്പോൾ പോണ വഴി ഒരാൾ രാവിലെ ഉണ്ടതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ഭയങ്കര ഉറക്കം. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ വേഗണമെന്നേ. അത് കഴിഞ്ഞിട്ട് വേണ്ട അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദത്തിൻ്റെ കളർ പോണില്ല. ഇതാണ് ഞാൻ നെറ്റിയിലിട്ടേ പോവോ എന്തോ. വന്ന കുറിയിൽ വരെ മായം, എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ രാവിലത്തെ നട അടച്ചണമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ചായ കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നേരെ ചായക്കടയിലേക്ക് കയറി. അത് വീട്ടിലാകുമ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങിയാൽ നേരത്തെ വിശക്കും. വിശപ്പിൻ്റെ വില എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. 10 മണിക്ക് ചായ കുടിക്കുന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും നിന്റെ വീട്ടിലൊക്കെ 10 മണിക്കാണ് ചായ കുടിക്കാറിയത്. ആക്ച്വലി ചായയൊക്കെ നേരത്തെ ആവും കേട്ടോ. അവർ നീറ്റ് വരണമെങ്കിൽ ആ നേരമാവും. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തിരുന്നു. ഏട്ടനൊരു മസാല ദോശ അല്ല, ഞങ്ങൾ മസാല ദോശയും ഏട്ടനൊരു നെയ്റോസ്റ്റോട് പറഞ്ഞു. കാരണം ഏട്ടന് മസാല ദോശ ഇഷ്ടമല്ല. ഞാനൊക്കെ ആദ്യം ഈ വട കിട്ടാനായിട്ട് മസാല ദോശ വാങ്ങിയാലേ വട കിട്ടുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ബുദ്ധിയില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ ചൂടോടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചൂടോടെ ചായയും വടയൊക്കെ കൂട്ടി കഴിച്ചു. മറ്റയാൾക്ക് റിച്ചുവിന് വീട്ടിൽ നിന്നാണെങ്കിൽ വാരി കൊടുക്കണം, പുറത്തുനിന്ന് അവനെ കണ്ടില്ല ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് വലിയ പൂക്കളാട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളും എടുത്തിട്ടുണ്ട് കേട്ടോ അവസാനം കൊടുക്കേ. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി വരെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. മുട്ടറക്കാൻ തന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വലിയ ക്ലിയറിലായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഈ ഫോട്ടോ ആണ് പിന്നെയും കുഴപ്പമില്ലാതെ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.